ന്യൂ ഇയർ പ്രമാണിച്ച് ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഡീക്ലട്ടറിങ് ആൻഡ് റീ ഓർഗനൈസിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോറേജ് റൂം സെറ്റാക്കി. ഇനി നമ്മുടെ സെക്കൻഡ് ടാസ്ക് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടന്റും പിന്നെ ഔട്ട്ഫിറ്റ് ഒക്കെ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. പല പ്രാവശ്യം പല തീമിന് വേണ്ടിയിട്ട് ഒത്തിരി ആണി അടിച്ചിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് കിരണ്ട ടാസ്ക് വന്നിട്ട് ഈ ആണിയൊക്കെ പറിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു 8, 10, 12 ആണി അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് പിങ്ക് ആണ് ഈ പ്രശ്നം ചൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഒരു 2 വർഷമായിട്ട് സെയിം വൈറ്റും ഓഫ് വൈറ്റും കണ്ട് എനിക്കൊരു ബോറടി തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ സഹായിക്കാൻ വേണ്ടി വാവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ അങ്ങനെ പിങ്ക് നമ്മൾ എടുത്ത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു വിൻഡോ ഫ്രെയിം പോലത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ അത് പിങ്കിൻ്റെ കൂടെ വൈറ്റ് നന്നായിട്ട് പോകും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇത് ടെമ്പററി സാധനമാണ്, നമുക്ക് വേണ്ടപ്പോൾ മാത്രം തൂക്കുക, അല്ലാത്തടത്ത് മാറ്റി വെക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഒരൊറ്റ ആണിയും ഞാൻ ഈ പ്രാവശ്യം ഡീസൻ്റായിട്ട് അടിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ആണി അടിച്ച് തൂക്കി ആൻഡ് എൻ്റെ ഹൈറ്റും നമ്മൾ ഫ്രെയിം വെക്കുമ്പോഴത്തേക്കും ഇത് ഇൻക്ലൂഡ് ആവോ എല്ലാം കൂടി മെഷർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളത് തൂക്കിയേക്കുന്നത്. ആൻഡ് ലുക്ക് ഒന്നും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ലാമ്പും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അത് ആ ഒരു ഫുള്ള് ചേഞ്ച് ആയത് മാതിരി എനിക്ക് തോന്നി. ആൻഡ് ഐ ആക്ച്വലി വാണ്ടഡ് ദാറ്റ്. ഓക്കെ, എനിക്ക് ചില സമയത്ത് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ടും പഴയ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ റിഫ്രഷ്ഡ് ആയ മാതിരിയായി, ന്യൂ ഇയർ ന്യൂ മീ പോലത്തെ അവസ്ഥയായി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇച്ചിരി ഡള്ളായിട്ട് തോന്നും. അത് നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഫോണിൽ ചെയ്യാനുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. എക്സ്റ്റേണൽ ലൈറ്റ് വരുമ്പോഴത്തേക്കും പൊളിയായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു കിരൺ ആൻഡ് കുഞ്ഞുവാവ. നിങ്ങൾക്ക് ഈ ന്യൂ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമായില്ല എന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം കേട്ടോ.